മിറക്കുട്ടാ ഇതാരാ ഡാഡയുടെ പെട്ടി കയറിയിരിക്കുന്നേ? അമ്മ ഇത് പറ എന്നാ വേണം? അതെ 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 എല്ലാരും എന്നാ പറയുന്നത്? ഹലോ നിമിഷ അമ്മേ എന്നടാന്ന് വിളിക്കാൻ വേറെ ആളായടാ. വേറെ ആളായി എന്നെ മിറക്കോട്ടൻ വിളിക്കും. ദേ റീവിന് ഇരിപ്പുണ്ടല്ലോ. റീപ്പു ഹലോ. ഞാന് അവിടെ അമേരിക്കയിൽ നിന്ന് പോയിട്ട് വന്നപ്പം കൊണ്ടുവച്ച പെട്ടിയാണ് കേട്ടോ. അതെ എന്റെ ബാഗും അവിടെ ഇരിപ്പുണ്ട്. ആരും പറയും 2 ദിവസമായി ഞാൻ വന്നിട്ട് 2 ദിവസമായിട്ട് നമ്മുടെ പെട്ടിയൊന്നും നമ്മൾ പൊട്ടിച്ചിട്ടില്ല. അതെ അതെ വന്നേ അന്ന് ഇവിടെ വെച്ചതാ കേട്ടോ. ഞങ്ങള് സത്യം പറഞ്ഞാൽ ഞങ്ങള് വന്നേ അന്ന് തന്നെ ഞങ്ങള് നിമിഷയുടെ വീട്ടിലോട്ട് പോയേക്കുമായിരുന്നു. നിമിഷയുടെ ചേച്ചിയുടെ കൊച്ചിന്റെ പിറന്നാളായിരുന്നു, ജൊഹാന്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ അവിടെ നേരെ അങ്ങോട്ട് പോയി. ഞാൻ വന്ന് ലാൻഡ് ചെയ്തിട്ട് നേരെ നമ്മൾ അങ്ങോട്ട് പോയി കാൻബറ പോയി. അവന്റെ ബർത്ത്ഡേ ഒക്കെ നമ്മൾ അടിച്ച് പൊളിച്ചു കേട്ടോ. നല്ല പാർട്ടിയും ഇതൊക്കെയായിരുന്നു. അപ്പൊ കേക്കൊക്കെ മുറിച്ച് ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രാവിലെ തിരിച്ചിവിടെ നമ്മുടെ ഡബ്ബോയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഡബ്ബോയിൽ എത്തി കഴിഞ്ഞപ്പോ എല്ലാവർക്കും എന്താ നമ്മുടെ പെട്ടിയിൽ എന്താണെന്ന് കാണാൻ, എന്റെ അമേരിക്കൻ പെട്ടിയിൽ എന്താണെന്ന് കാണാനുള്ള ഭയങ്കര ഒരു ആകാംക്ഷയുണ്ട്. ഇല്ല ആകാംക്ഷയില്ലേ? പിന്നെ ഞങ്ങൾ എത്ര ദിവസമായി നോക്കിയിരിക്കണു. ആണോ? നിനക്കൊന്നുമില്ലടി, നിനക്ക് മാത്രം. അമ്മയ്ക്ക് വെച്ചാൽ ചോക്ലേറ്റ്. അങ്ങനെ നമുക്കൊന്ന് പെട്ടി തുറന്നു നോക്കാം. പിന്നെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ എല്ലാവരും പറഞ്ഞേ. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ല? നല്ല സൂപ്പർ യാത്രയായിരുന്നു, അടിപൊളി യാത്രയായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ചേട്ടനെ കണ്ടു, അനിയനെ കണ്ടു, നമ്മുടെ കസിൻസിനെ എല്ലാരെയും കണ്ടു അല്ലെ? ആ വീഡിയോ ഒക്കെ നീ കണ്ടില്ലേ? അടിപൊളിയായിരുന്നു. രാജ എന്നാ പറയാനുള്ള നമ്മുടെ വീഡിയോസ് അമേരിക്കൻ ആൻഡ് കാനഡ ട്രിപ്പിനെ കുറിച്ച്? സന്തോഷം, ഞങ്ങൾക്ക് കാണാൻ പറ്റി, നിങ്ങൾക്കും കാണാൻ പറ്റി, എല്ലാവർക്കും കാണാൻ പറ്റി കേട്ടോ. ഭയങ്കര ഒരു സൂപ്പർ ട്രിപ്പായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ട്രിപ്പിന്റെ എക്സ്പീരിയൻസ് വേണമെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോയിൽ വേണമെങ്കിൽ പറയാം. നമുക്ക് ട്രിപ്പിന്റെ എക്സ്പീരിയൻസ് മാത്രമായിട്ട്. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ മെയിനായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പം എന്നാലും എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മീര എന്നാണ് പറയുന്നത്? എന്തൊക്കെയാ പറയുന്നുണ്ടല്ലോ ഇവിടെ. ഡാഡനെ മിസ് ചെയ്തോ? മിസ് ചെയ്തെന്ന് പറ. ആണോ? രവിക്ക് ചെറിയ പനിയും കാര്യങ്ങളായിരുന്നു കേട്ടോ. 2-3 ദിവസമായിട്ട് ചെറിയ പനിയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പയ്യെ മാറി വരുന്നുള്ളൂ. അതാ മിറക്കൂട്ടന്റെ സൗണ്ട് ഒക്കെ മാറിയിരിക്കുന്നത്. അല്ലെ മിറ? എല്ലാവർക്കും ഒരു സ്വാഗതം പറയാമോ? ഇവൻ ഇതുപോലെ തന്നെ മുടിയൊക്കെ കെട്ടി നല്ല സുന്ദരമായിട്ട് പോട്ടെ. ചാച്ചനും അറിവും മാച്ചാണല്ലോ. ചാച്ച രണ്ടുപേരും മാച്ച് ആൻഡ് മാച്ച് ആണ് കേട്ടോ. ആരെ പെട്ടി പൊട്ടിക്കണ ആദ്യം അല്ല ഇവൻ പൊട്ടിച്ചില്ല, ഇപ്പൊ പിള്ളേര് പൊട്ടിക്കും. പിള്ളേര് പോകട്ടെ. അതെ അതെ, അതുകൊണ്ട് ഇപ്പൊ എന്താണേലും ആരെങ്കിലും പൊട്ടിക്കാൻ നിവർത്തിയില്ല. റീവിന്റെ മേളിൽ കയറി കേട്ടോ, കിടക്കുന്ന റെസ്റ്റ് ചെയ്ത് ടി വി കാണുന്നു. അതെ, അവന് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇത് ഞങ്ങള് നേരെ വെക്കും, അവൻ ഉറ്റി താഴെ ഇടും. ഈ വീട്ടിലൊന്നും നേരെ വെക്കാൻ പറ്റത്തില്ല, എല്ലാം അവൻ മറിച്ചിടും കേട്ടോ. ഫാനാണേലും അതെ, നേരെ വെക്കണ സാധനം അവന് മറിച്ചിടാൻ ഭയങ്കര ഇഷ്ടം. നമുക്ക് ഏതായാലും പെട്ടി മേലെടുത്ത് വെച്ച് പൊട്ടിക്കാം അല്ലെ? അമ്മ അങ്ങനെ ആദ്യത്തെ പെട്ടിയിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. ഇത് എന്റെ ചെറിയൊരു ക്യാരി ഓൺ ബാഗേജ് ആയിരുന്നു. ഇതിനകത്ത് ഇനിയിപ്പോ കാണാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ? എന്റെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ കാണാൻ സാധ്യത. നീ എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ടോ? എന്റെ ഡ്രസ്സുകൾ. ഇത് കാലിപ്പെട്ടിയാണല്ലോ. അവരും കൂടെ ഉണ്ടായിരുന്നടാ. അത് നമ്മുടെ ചിനിച്ചേച്ചി നമ്മുടെ പിള്ളേർക്ക് വന്നോട്ട സംഭവങ്ങളാണ് കേട്ടോ. അതല്ല അമ്മ നിമിഷം എടുത്ത് നോക്കി. അതെ അതെ, ചിനിച്ചേച്ചിയുടെ ഗിഫ്റ്റ് ആണേ. മിറക്കൂട്ടന്റെ ഒരു അടിപൊളി അത് ഫ്രണ്ട്. നീ നിന്റെ മേത്തത്തിന് വെച്ച് നോക്കുന്നത്. ഓ അതൊക്കെ റീവിനാണേ. റീവിന് ടീഷർട്ട് കഴിഞ്ഞിട്ടില്ല. അതെ വീണ്ടും റീവൂട്ടിന്റെ ടീഷർട്ടുകൾ, ഡ്രസ്സുകൾ, കാര്യങ്ങളായിരിക്കും കേട്ടോ അറ്റം കൂടുതലായിട്ട്. അതെ റീവിന് ഇഷ്ടംപോലെ ടീഷർട്ട് ഉണ്ടല്ലോ. റീവിന് 4 കിടിലൻ ടീഷർട്ടുകളും ഇതും. അത് മിറക്കൂട്ടൻ്റെ ഒരു സ്വെറ്റർ അല്ലേ? ഒരു ജമ്പർ കേട്ടോ, അടിപൊളി ഒരു ജമ്പർ. എന്നാ എഴുതിയിരിക്കുന്നത്? ബിഗ് സിസ്. അടിപൊളി. ചാച്ചാ ഇനി എന്റെ തന്നെ ഉണ്ടോ നോക്കിയാ? ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് തുറന്നു നോക്കൂ. ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചാർന്ന് ചാച്ചാ. ലോലിപോപ്പ് ചെറുതായിട്ട് പൊട്ടിച്ചാർന്ന് കേട്ടോ. അതായത് മിറക്കി തന്നെ കൊടുത്താ. ഞാൻ അതിൻ്റെ അകത്ത് ക്യാമറ പോകുന്നതിന് മുന്നേ ഒരെണ്ണം പൊട്ടിച്ച് അവർക്ക് കൊടുത്താണ്. അപ്പം മിറക്കൂട്ടന്റെ ലോലിപോപ്സ് ആണ് കേട്ടോ. നമ്മുടെ അമേരിക്കയിൽ നിന്ന് മേടിച്ച അവളുടെ ഫേവറേറ്റ് സാധനം. അവളവിടെ കേട്ടെ, ലോലിപോപ്പ് വേണോ? വരുന്നുണ്ടേ. പിന്നെ അവിടുന്ന് തന്നെ മേടിച്ച കുറച്ച് ചോക്ലേറ്റ്സ് ആണ്. ആകെ ചാച്ചനാ, എല്ലാം ചാച്ചനാ. ഇഷ്ടപ്പെട്ട ഒരു
മുട്ടായി. കിസസ് ഇഷ്ടമല്ല അമ്മ പ്രത്യേകം അതെ അതെ പറഞ്ഞിട്ടുണ്ടോ അതെ കിസസ് നല്ല കിസസ് മേടിക്കണം നമ്മ പ്രത്യേകം ഞാൻ പറഞ്ഞു എപ്പോ അവിടെ ചെന്നാലും ഞാൻ മേടിച്ചോണ്ട് വരുന്ന മിഠായി കേട്ടോ കിസസ്. ഇത് നമ്മുടെ ഡോട്ട്സ് എന്ന് പറയുന്ന സംഭവമാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രിസിൽസ് പോലത്തെ ഒരു സ്നാക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ബോവിന് എടുത്ത് തന്നപ്പം ഞങ്ങളിവിടെ അവിടെ സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചീട്ട് കളിക്കുമ്പോൾ കഴിക്കാം കേട്ടോ. അതിന്റെ വേറൊരു ഫ്ലേവർ ആണ് ഇത്. ഇവിടെ പക്കാവടെ അതുപോലെയൊക്കെ ഒരു പ്രത്യേക ഒരു സീസണൽ ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. പിന്നെ അതുപോലെ മുട്ടായി അമ്മയുടെ ഹെർഷീസ് അല്ലേ, ഹെർഷീസ് മേടിച്ചിട്ടുണ്ട്. പിന്നെ കിസസിന്റെ ഒരു വലിയ ഒരു കിലോ വെള്ളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. 1.5 കിലോയുടെ ഒരു കിസസിന്റെ ചോക്ലേറ്റ് നെരുപ്പ് പിടിയോ. ഹായ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് ചെയ്ത് നോക്കി. മുട്ടായി വേണോ? തരാം തരാം തരാം. ഇഷ്ടപ്പെടാ അത് അലുത്തു പോകട്ടോ. ഫ്രിഡ്ജ് വെക്കണമെന്ന് ശരിക്കും പറഞ്ഞ കൊള്ളാവാടാ. നമ്മള് ബാക്കിയുള്ള മിഠായിയൊക്കെ പയ്യെ ഞോണ്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്ത പെട്ട് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. മിറമ്മയുടെ ഉടുപ്പാണല്ലോ അത് മിറയ്ക്ക് ഞാൻ മേടിച്ചൊരു ഡ്രസ്സാ. അത് കയറുമ്പോ നോക്ക. പിന്നെ ആണോ? എനിക്ക് ഭയങ്കര ടെൻഷനാണ് എന്റെ. അതുപോലെ ഇത് മൊത്തം ഞാൻ മേടിച്ചാണ് കേട്ടോ. ഇത് നമ്മുടെ മിറക്കുട്ടനും റീവിനൊക്കെ ആയിട്ട് മേടിച്ചതാ. അത് കയറൂല്ലേ മോക്ക്? പിന്നെ എല്ലാം കണക്കാ, എല്ലാം പാവാട്ടോ. അല്ലേ? ഇത് എന്താടാ? ഇത് നിമിഷരാ നിമിഷം ഒരു പെണ്ണ്. ഇത് എനിക്ക് കാനഡയാണോ ഞാൻ ഓർക്കുന്നില്ല. അമേരിക്ക ആയിരിക്കും ചിലപ്പോ. ഇതുണ്ട് മിറമ്മയുടെ പ്രിൻസസ് റെഗുലർ മാം. ഐ ആം കൂൾ മാം. ടീഷർട്ട് നിമിഷം വെച്ച് പൈജാമ നല്ല നല്ല അവർക്ക് പ്രിൻസസിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടോ? അത് കയറില്ല മേ. പിന്നെ എല്ലാം പാവാടാ അല്ലേ? ഇതൊക്കെ ഇപ്പൊ നല്ല ശരിക്കും കറക്റ്റ് ആയിരിക്കും കേട്ടോ. അത് അമ്മയ്ക്ക്. ഓ അടിപൊളി. അമ്മയ്ക്കൊരു ടീഷർട്ട്. എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഷ്ടമെന്ന് എനിക്ക് മനസ്സിലായല്ലേ? പിന്നെ അല്ല അമ്മയ്ക്ക് മേടിച്ചോട്ടോ. ഇഷ്ടപ്പെടാവേ? പിന്നെ അടിപൊളി. നല്ല അല്ലേ? സൂപ്പർ കേട്ടോ. ജീൻസിനോടെ ഇടാനും. അതെ 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 അതെ. ഇത് ഞാൻ ചുമ്മാ ഒരു സ്വെറ്റർ ആയിട്ട് മേടിച്ചോട്ടെ. ഇത് അമ്മയ്ക്കോ നിമിഷയ്ക്കോ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നല്ലൊരു തണുപ്പൊക്കെ വരുമ്പോ നല്ലതാ കേട്ടോ. നല്ല തണുപ്പ് വരുമ്പോൾ. ഇതും അമ്മയുടെ അമ്മ. ഇതും അമ്മയ്ക്ക് മേടിച്ചു. നമുക്ക് റെഡ് ഇഷ്ടമല്ലേ? ദൈവമേ, ഞങ്ങളുടെ ചുന്ദരി ഡ്രസ് മാറി വന്നല്ലോ. അത് ഇടിക്കാനാണ് നമ്മള് കഴിഞ്ഞോണ്ടിരുന്നേ. കറക്റ്റ് തയ്ച്ചു വെച്ച് അതെല്ലാം കറക്റ്റ് ആവാട്ടോ. നല്ല രസല്ലേ? അത് നമ്മുടെ മിറമോക്കാണ് കേട്ടോ. ഒരു കിടിലൻ പ്രിൻസസ്. അമ്മ ഇതെങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. ഇത് ചിനിച്ചേച്ചി കൊടുത്താണ് കേട്ടോ. ഇത് ചിനിച്ചേച്ചി നിമിഷയ്ക്ക് കൊടുത്ത ചെയിന. എന്നാടി അതെനിക്ക് അതിന് കൂടെ വെക്കാൻ പറ്റാത്തോണ്ട് പിന്നെ ഇത് സാറ നിമിഷയ്ക്ക് കൊടുത്തു വിട്ടാ. സാറ ഈ ലിപ്സ്റ്റിക് വേണമെന്ന് പറയാമോ? ഞാൻ പറഞ്ഞൊന്നുമില്ല, പറഞ്ഞിട്ടൊന്നുമില്ല, പണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സാറ് ഓർത്ത് തന്നുകൊണ്ട് താങ്ക് യു സോ മച്ച് സാറാ കേട്ടോ. ചിഞ്ചേച്ചി നല്ല അടിപൊളി 2 ബട്ടർഫ്ലൈസ് ഇരിക്കുന്ന ഒരു നല്ല ചെയിനാണ്. അത് അമ്മയ്ക്കാട്ടോ. ഇതോ? അത് അമ്മയ്ക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ സമ്മേളനമാണ്. എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടല്ലോ. ഓ നമുക്ക് ആവശ്യമില്ല. നല്ലല്ലേ? ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് എനിക്ക് തന്നെ ബോവിന്റെ സെലക്ഷൻ ആണ്. എനിക്ക് നമുക്ക് രണ്ടുപേർക്കും ഒരേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ടുണ്ടോ? നിങ്ങൾ മാറി മാറി ഇട്ടോ. പിന്നെ നിമിഷയ്ക്കും അമ്മയ്ക്ക് മേടിച്ചാലും രണ്ടുപേരും മാറി മാറി ഇടും കേട്ടോ. അതുകൊണ്ട് അത് റീവിന് ഞാൻ മേടിച്ച അമ്മ. അത് നല്ല നല്ല കളർ അല്ലേ? ഈ കളറൊക്കെ അവന് ഭയങ്കര രസമാണ്. ഈ കളറ് അതെ അതെ. ഇത് റിൻസി ചേച്ചിയും ചിക്കു ചേട്ടായും തന്നോട്ടാണ് കേട്ടോ. മിറാമോക്ക് തന്നോട്ടു. റീവിനുണ്ട്. റീവിനുണ്ട്. ഇത് റീവിന്. ഇത് നമ്മുടെ റീവൂട്ടിന് തന്നോട്ടാണ് കേട്ടോ. സ്കൂളിൽ പോവാന് ദൈവമേ സൂപ്പറാണ്. താങ്ക് യു റിൻസി ആന്റി എന്ന് പറഞ്ഞേ. ഓ താങ്ക് യു ചിക്കു അങ്കിൾ എന്ന് പറ. അടിപൊളി ബാഗല്ലേ? ഷൂ ആട്ടടാ. ആണോ? ഓ എനിക്ക് വയ്യ. അടിപൊളി. റീവ് ഇത് കണ്ടോ നീ? റീവ് ഇത് കണ്ടോ നീ? അത് ഇട്ട് കഴിഞ്ഞാൽ റീവ് കുനിഞ്ഞിരിക്കുള്ളായിരിക്കും എനിക്ക് തോന്നുന്നത്. എടുത്ത് നമ്മുടെ തോളെല്ലാം ഇട്ട് തരാം.
അപ്പൊ നമ്മുടെ ചിക്കു ചേട്ടായും റിൻസി ചേച്ചിയും കൊടുത്തുവിട്ട ഗിഫ്റ്റുകളാണ്. നല്ല അടിപൊളി ഒരു ബാഗും പിന്നെ റീബൂട്ടിന് ഒരു ഷൂസും തകർത്ത് ലൈറ്റ് തെളിയുന്ന സൂപ്പർ ഷൂ. ലൈറ്റ് തെളിയുന്ന ഒരു ഷൂ. എനിക്കും ഉണ്ടായിരുന്ന ഒരു ബാല്യകാലം തരാൻ ആരും ബോർഡൊന്നും കണ്ടിട്ട് പോലില്ലടാ, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ. അതെ, അങ്ങനെയാണ്. അയ്യോ, അതൊക്കെ എന്റെ ഡ്രസ്സാച്ചു, അത് എടുക്കണ്ട. പിന്നെ അതുപോലെ ഇതെനിക്ക് അങ്ങനെ ചിൻചേച്ചി തന്നെയാണ് കേട്ടോ എന്റെ ഓർമ്മ. ചിൻചേച്ചി തന്ന ചോക്ലേറ്റ് ആണ് കേട്ടോ അത്. അങ്ങനെ അടുത്ത സംഭവം അടിപൊളി. അത് നിമിഷക്കാരി മിക്കവാറും. അതെ അതെ അതെ, നല്ല മഞ്ഞിനകത്ത് നിൽക്കുന്ന അല്ലേ? നല്ലൊരു സ്വെറ്റർ പോലത്തെ ഒരു സംഭവം അല്ലേ? അടിപൊളിയാട്ടോ, അടിപൊളിയാ, പഞ്ഞി പോലെ ഇല്ലേ? അതെ അതെ, നല്ല. പിന്നെ ഇവരുടെ രണ്ടുപേരുടെ സൈസ് സെയിം ആട്ടോ. ഇവർ രണ്ടുപേരും ഇങ്ങനത്തെ സംഭവം. എനിക്ക് നിമിഷിക്കുന്ന ഒന്നുമില്ല കേട്ടോ, എല്ലാം ഞങ്ങൾക്ക് ആർക്ക് മേടിച്ചു. അതെ അതെ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപോലെ ഇടണേ. നോക്കി ഗബ്ബിനെ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? എന്നാ എടുത്ത് കൊടുക്കടി. ഇവരുടെ ഗബ്ബി ഇതാണ് കേട്ടോ, ഗബ്ബിയുടെ സ്കൂട്ടർ. ഷൂസ് ഏതായാലും കളി കേട്ടോ, ഒന്നും പറയാനില്ല. ലൈറ്റ് കളിയുന്ന കിടില ഷൂസ് അല്ലേ? ഷൂസ് കളിക്കല്ലേ, നല്ല രസമുണ്ട്. ഇടിച്ചു കഴിക്കാം. റീബൂട്ടിന് ഷൂസ് ഇടിക്കൽ ചടങ്ങാണ് കേട്ടോ. കുഞ്ഞിക്കാരെ കേറും. ഇത് നളമൊക്കെ വലുതാ. ആണോ? നിറ കാണിക്കുന്ന കാല്. അതെ 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 അതെ, കാല് ഇങ്ങനെ വെളിച്ചങ്ങ് പിടിക്കും. സൂപ്പർ. ഓ, കറക്റ്റ് ഫിറ്റ് ആണല്ലോ. നീ ഇവനെ ഇറക്കി നിർത്താം, ഇവൻ എന്നാ കാണിക്കണം നോക്കാവേ. അവന് ഷൂ ഇട്ട് നടക്കാൻ അറിയത്തില്ല കേട്ടോ ശരിക്കും. അല്ലാതെ നടക്കുമ്പോ അവൻ ഇങ്ങനെ അതെ അതെ, ആടി ആടി രണ്ടടിച്ചു നടക്കണമാര് പറയും. നീ നടന്നേടാ, പിടിച്ചു പിടിച്ചു പോടാ. റീപ്പിൽ നടക്കാൻ അറിയത്തില്ല കേട്ടോ. ചാച്ച ഇനി അടുത്ത സാധനം എടുക്കാം. ചാ ഇനി എന്നാ ഉള്ളത്? കഴിഞ്ഞോ? സത്യം പറഞ്ഞ അവൾ ചെന്നപ്പോ ആദ്യം മിറായിക്ക് ഒന്നും കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. മിറായിക്ക് ഒന്നും അതല്ലേ, അത് മിറായിക്ക് ഒരു പാന്റ് മേടിച്ച, അതും മിറക്കൊട്ടൻ്റെ ഒരു പാന്റ്. നമ്മുടെ വീട്ടിലെ ആദ്യത്തെ പെൺതിരിയാ, നമ്മുടെ അടുത്ത തലമുറയിലെ. അത് മിറായിക്ക് ഒരു നിക്കർ മേടിച്ചു കേട്ടോ, അതൊരു പാന്റ്. എന്തോ എന്നെ മോനെ ഡോറ അടച്ചോ? ഡോറയിൽ ഇടിക്കരുത് കേട്ടോ, അത് സ്കൂട്ടർ ഓടിക്കുമ്പം. അവൾ ആ സ്കൂട്ടർ കൊണ്ട് നേരെ പറന്നു പോയി ആ ഡോറിന്റെ ഒറ്റ ഇടിയാട്ടോ. ഞങ്ങൾ ആ സാധനം അതുകൊണ്ട് അകത്ത് കയറ്റാറില്ലായിരുന്നു കേട്ടോ. ഇത് കണ്ടോ അമ്മേ, നടക്കാൻ പറ്റും. ഷൂവിന്റെ ഭംഗി അവരതുകൊണ്ട് കളിക്കാൻ നോക്കുക. എടാ, അത് നിന്റെ കാലേ കിടക്കുന്ന സാധനമാടാ. അതെ, ഇത് ആവശ്യം ഇത്ര, ഇത് എന്തായാലും ആവശ്യം. ഇനിയിപ്പം വലുതാവുമല്ലേ അല്ലേടാ? പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഇനി എല്ലാം കഴിഞ്ഞ് ഒരു പലാസം അതല്ലേ അമ്മ എടുത്തോ. അമ്മ ഇത് അമ്മ എടുത്തോ. അമ്മയ്ക്ക് ഒരു പാന്റ് സോഫ്റ്റ് അല്ലേ? ജോലിക്കൊക്കെ പോകുമ്പോ നല്ല ഇതാ. പിന്നെ ചാച്ചന് ഞാനൊരു കിടിലൻ സ്വെറ്റർ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ചാച്ച ഒരു അടിപൊളി സ്വെറ്ററും ചാച്ചൻ പറഞ്ഞില്ലായിരുന്നു റെയിൻ പ്രൂഫ് ജാക്കറ്റ് വേണമെന്ന്. അപ്പം അത് എയർപോർട്ടിലേക്ക് ഇട്ടോണ്ട് പോകാൻ സുഖം. അതെ, ചാച്ചൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതെങ്ങനെ ഇഷ്ടപ്പെടാം? നല്ല നല്ല കംഫർട്ട് അല്ല ചാ? യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇച്ചിരി വലുതായി പോയാ? ആണോ? ആടി ആടി വരുന്നുണ്ട് കേട്ടോ. മതി. അയ്യോ, നടക്കാൻ പിടിച്ചു. അതുപോലെ തന്നെ ചാച്ചന് സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് ചാച്ചന്റെ മകൻ തന്നു വിട്ടിട്ടുണ്ട്. ചാച്ച എന്നാ ഇത് പൊട്ടിച്ചോ? ഇത് പൊട്ടിച്ച് ചാച്ചനൊരു ആപ്പിളിന്റെ ഒരു ഫോണ് ബോവും കൊടുത്തു വിട്ടാണ് കേട്ടോ. ചാച്ചന് യൂസ് ചെയ്യാനായിട്ട്. അവൻ അധികം ഉപയോഗിച്ചിട്ടില്ല, അപ്പൊ ചാച്ചന് ഉപയോഗിക്കാനായിട്ട് അവൻ തന്നു വിട്ടാ. എന്നാ വേണം ചാച്ച? എന്നാലും ബോവിന് അവിടെ നിന്ന് കൊടുത്തു വിട്ടൊരു കിടില ഫോണാണ് കേട്ടോ ചാച്ചന് ഉപയോഗിക്കാനായിട്ട്. അപ്പൊ ചാച്ചന്റെ പഴയ ഫോണൊക്കെ ചാച്ചൻ എന്നായി കളയോ? പഴയ ഫോണൊക്കെ ചാച്ചൻ എന്നായി? അപ്പം കുറച്ച് പഴയതായിരുന്നല്ലേ എല്ലാം. ഇനിയിപ്പോ ചാച്ചൻ ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. നല്ല ഫോണാണ്, ചാർജൊക്കെ നന്നായിട്ട് നിൽക്കും കേട്ടോ. അപ്പൊ എങ്ങനെ നമ്മുടെ ഗിഫ്റ്റുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? സൂപ്പർ ഗിഫ്റ്റുകളെല്ലാം. ഇവരോട് ഞങ്ങൾ ഒത്തിരി ഒന്നും കൊണ്ടുവന്നേക്കരുത്, ഒന്നും കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞ കേട്ടെ. ഒന്നാമത് നടുവേദനയൊക്കെ ഉണ്ടായിരുന്നു,
അത് കാരണം പിന്നെ വെയിറ്റ് ഒന്നും എടുക്കണ്ട. പിന്നെ അല്ല എല്ലാവരും ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? നടുവേനൊക്കെ മാറിയില്ല. അതുകൊണ്ടാ ഞാനിപ്പോ പോയപ്പോഴത്തെ ഞാൻ പറഞ്ഞേ അവിടെ പ്രത്യേകം പറഞ്ഞു ഒരു സാധനം കൊണ്ടുവന്നേക്കരുത്, നീ ജസ്റ്റ് വളരെ അത്യാവശ്യം സാധനം മാത്രം മേടിച്ചിട്ട് വരണമെന്നൊക്കെ പറഞ്ഞ കേട്ടോ. അവൻ ഞങ്ങളെ 8 കൂടാൻ പാകത്തിന് സാധനം കൊണ്ടാ വന്നേക്കുന്നത്. അതെ, പ്രത്യേകിച്ച് മെറക്കൂട്ടനാട്ടോ. മെറക്കൂട്ടന് ഇഷ്ടംപോലെ ഡ്രസ്സുകൾ എനിക്ക് ഭാഗ്യത്തിന് കിട്ടിയെന്ന് വേണേ പറയാം. നിങ്ങൾക്കുള്ളതൊന്നും അങ്ങനെ അധികം കാര്യമായിട്ട് കിട്ടിയില്ല കേട്ടോ. കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് മേടിച്ചോണ്ട് വന്നേനെ. ദൂരം ഉണ്ടിച്ചാ ഇത് തന്നെ ധാരാളം. നമ്മൾ മിറകി മേടിച്ച നമ്മുടെ ഷൂ കാണിച്ചില്ലല്ലോ. അതെ, ഇതാണ് കേട്ടോ നമ്മുടെ മെറക്കൂട്ടിന് വേണ്ടിട്ട് നമ്മൾ മേടിച്ച ഷൂ. ഷൂ ഇട്ടപ്പോഴത്തേക്കാണ് ചാട്ടം തുടങ്ങിയിട്ടോ. മെറക്കൂട്ടിന്റെ ഷൂ നല്ല ഷൂ അല്ലേ? സൂപ്പർ ഷൂ അല്ലേ? അപ്പൊ എല്ലാവർക്കും ഗിഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങനെ നമ്മുടെ അമേരിക്കൻ കാനഡ പര്യടനമൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ വീട്ടിലെത്തി കേട്ടോ. മടുത്തു ശരിക്കും. പക്ഷെ കിടിലൻ ട്രിപ്പായിരുന്നു. നമുക്ക് ഭയങ്കര മെമ്മറീസും കാര്യങ്ങളും നടന്നു കേട്ടോ. മെയിനായിട്ട് നമ്മുടെ ചേട്ടനെയും അനിയനെയൊക്കെ കണ്ടു, പിന്നെ നമ്മുടെ കസിൻസിനെയൊക്കെ കണ്ട് ഞങ്ങളവിടെ അടിച്ചു പൊളിച്ചെന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിച്ചു കേട്ടോ. ആലോചിക്കുമായിരുന്നു എനിക്കും കൂടെ പോകാൻ പറ്റുമായിരുന്നെങ്കിൽ. ഇന്ന് എല്ലാവർക്കും അവിടെ മിസ് ചെയ്തു കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം നിന്നെ കൊണ്ട് എന്നെ കൊണ്ടേ ഞാൻ പോകുന്നുള്ളൂ. നിന്നെ കൊണ്ടാ നീ ഭീഷണിയുടെ സ്വരം. അങ്ങനെ ഇപ്പൊ 2 പ്രാവശ്യം, 3ാമത്തെ പ്രാവശ്യം അല്ലേ? ഒന്നി പഠിച്ച 3 അതുകൊണ്ടല്ലേ 2ാമത്തെ പ്രാവശ്യം ഞാൻ നീ ഇല്ലാതെ പോയതാണ്. നല്ല ശരിയാവുള്ളൂ. പിന്നെ എന്നാ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? നിമിഷ സൂപ്പർ ഒരു പാട്ട് പാടി നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. തൊണ്ടയ്ക്ക് ഡാമേജ് ആയിട്ടിരിക്കുകയാണ്. തൊണ്ടയ്ക്ക് ഞങ്ങളുടെ എല്ലാവർക്കും പനിയും ജലദോഷമൊക്കെയാണ് കേട്ടോ. ചെറിയ അല്ലേ തൊണ്ടവേദന. രാവിലെ വന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഉറക്കക്ഷീണവും ഒക്കെ ഉണ്ട്. എല്ലാരും പോയിട്ട് നീ അങ്ങ് പാടുണ്ട് നിമിഷ. നീ പാടി കഴിഞ്ഞ സൂപ്പർ അല്ലേ? പാടാ നോക്കട്ടെ, ട്രൈ ചെയ്യാം. കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ, നിഴലായി അലസമലസമായി അരികിലൊഴുകി ഞാൻ, ഇളം പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ, നിഴലായി അലസമലസമായി അരികിലൊഴുകി ഞാൻ, ഇളം പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ. തകർത്തി സൂപ്പറാണ്. അങ്ങനെ നിമിഷത്തിലെ പാട്ടൊക്കെ പാടി കേട്ടോ. നമുക്കിനി പയ്യെ അമ്മയ്ക്ക് നമ്മ പറയാനുള്ള എനിക്ക് എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ എൻ്റെ 3 പിള്ളേരെയും നിങ്ങളെല്ലാരും കണ്ടു. അത്യാവശ്യം ഫാമിലീസിൽ എല്ലാവരും തന്നെ എല്ലാവരും കണ്ടു. കസിൻസിനെ, ചേട്ടായിമാരെയും അനിയത്തിമാരും എല്ലാവരും കണ്ടു അല്ലേ? ഇനി കാണാത്തവരെ നമുക്ക് നാട്ടിൽ പോകുമ്പോൾ ബാക്കി എല്ലാവരെയും കാണിക്കാം. അതെ, കൂടുതൽ ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി നമ്മൾ അല്ലെ സൂപ്പർ ആയിട്ട് ഭാവിയിലത്തെ വീഡിയോകളിൽ ഇതുപോലത്തെ നല്ല നല്ല ട്രിപ്പുകളായിട്ട് വരും. പിന്നെ നമ്മൾ നാട്ടിൽ പോകുന്നുണ്ടല്ലോ ജൂണിൽ നമ്മൾ നാട്ടിൽ പോകുന്നുണ്ട് ലാസ്റ്റ്. അന്നേരം നമുക്ക് കുറെ ആൾക്കാരെ നമുക്ക് ഇനിയും കാണിക്കാം അല്ലെ? നിമിഷയുടെ ഒരു സൂപ്പർ പാട്ടോടി ഞങ്ങൾ ഈ വീഡിയോ വെച്ച് വൈൻഡ് ചെയ്യാൻ കേട്ടോ. ഞങ്ങളുടെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്നെ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ ഞങ്ങളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുമല്ലോ. നാളെ ഞങ്ങളൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ഒരാളെ ഷൂട്ട് നടന്ന് ക്ഷീണിച്ച് കിടന്നു കേട്ടോ. എന്നിട്ട് വളരെ ഒരു നടക്കാതിരിക്കാനുള്ള അടവാണേ.